കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെ തിരുവനന്തപുരത്ത് പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ DGM അലക്സ് മാത്യുവിനെതിരെ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു വിജിലൻസ് എന്ന വാർത്ത വരുന്നുണ്ട്. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടും ഒക്കെ വിജിലൻസ് പരിശോധിക്കാൻ പോകുന്നു. കടക്കലിലെ ഗ്യാസ് ഏജൻസി കൊടുക്കാൻ വേണ്ടി ഒരു ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ മനുഷ്യനെ വിജിലൻസ് കുടുക്കിയത്. മനോജ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി, അതായത് ഈ കുടുക്കിയ മനുഷ്യനില്ലേ ആ പരാതിക്കാരൻ മനോജ്, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണനൊപ്പം ചേരുകയാണ്. ഹായ് ഉമേഷ്, മനോജിനോടൊന്ന് ചോദിക്കൂ. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്, പറയൂ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, കാരണം ഇന്ന് സമാനതകളില്ലാത്ത ഒരു ഓപ്പറേഷനായിരുന്നു, വളരെ വേഗത്തിൽ നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു വിജിലൻസിൻ്റേത്. അതിലൊരു വലിയ കൈക്കൂലിക്കാരൻ, കാലങ്ങളായി കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ബിരുദൻ പിടിയിലാവുകയും ചെയ്തു. എന്തായാലും മനോജിൻ്റെ ഒരു ധീരമായ പോരാട്ടം അതിന് പിന്നിലുണ്ട്. നമസ്കാരം മനോജ്. ഈ ഗ്യാസ് ഏജൻസി വർഷങ്ങളായി നടത്തുകയാണ്. താങ്കൾ ഇന്നലെ അതിനുശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്രയും പണത്തോട് ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല എന്ന്. അതായത് വർഷങ്ങളായി താങ്കൾ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഇത്തരത്തിൽ പണത്തോടുള്ള ആർത്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന്. അത്തരത്തിൽ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. 2013 കാലഘട്ടത്തിൽ കൊല്ലം പ്ലാന്റിൽ പ്ലാനിങ് ഓഫീസറായിട്ടുണ്ടായിരുന്നു. അന്ന് ലോഡിനൊക്കെ ചെറിയ ഷോർട്ടേജ് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ ലോഡിന് വേണ്ടി വിളിക്കുമ്പോൾ പറയും, അത് കിട്ടും, നിങ്ങൾ ഇങ്ങനെ ഫോണിൽ വിളിച്ചാൽ പോലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്നൊന്ന് കാണണം എന്ന് പറയും. അങ്ങനെ ഇടയ്ക്ക് കാണുകയും ഒക്കെ ചെയ്യും. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുക്കുന്നതാണ്. കൊടുക്കുക 10,000, 5,000, 20,000 ഒക്കെ പുള്ളി വാങ്ങും. പല വേറെ 1-2 ഡിസ്ട്രിബ്യൂട്ടർമാരെ നിന്നൊക്കെ എനിക്കറിയാവുന്നവരെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മൊത്തം പേരിൽ നിന്ന് വാങ്ങുന്ന ഒരു രീതിയാണ് പുള്ളിയുടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും ഭീമമായ ഒരു തുക ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. SK 10 ലക്ഷം രൂപയാണ് പുള്ളിയോട് ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ കടക്കലുള്ള ഈ ഗ്യാസ് ഏജൻസിയുടെ ഗുണഭോക്താക്കളെ കുറയ്ക്കും. ആദ്യഘട്ടമായി 1200ഓളം പേരെ കുറച്ചു അല്ലേ? അല്ല, എനിക്ക് നേരത്തെ ഒരു 50,000 അടുത്ത് കസ്റ്റമർ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 വർഷത്തിന് മുന്നേ ഞങ്ങളുടെ എൻ്റെ മാർക്കറ്റിലൊരു 2-3 ഏജൻസി പുതിയത് വന്ന ഏജൻസികൾക്കെല്ലാം കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അത് ഞങ്ങളുടെ കൺസെൻറ്റോടുകൂടി തന്നെയാണ് ചെയ്തത്. അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 7 വർഷത്തിന് മുൻപ് വന്ന ഏജൻസികൾക്ക് ഇപ്പോൾ കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനായിരുന്നു. ഇദ്ദേഹം പ്ലാൻ ചെയ്തതാണ്. കാരണം എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു കസ്റ്റമറൊക്കെ കൂടുതലുണ്ട്, അപ്പോൾ അത് അടുത്ത ഏജൻസിയിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കും. എപ്പോഴെങ്കിലും ഈ നിരവധി കാലമായിട്ടുണ്ടാവുമല്ലോ ഗ്യാസ് ഏജൻസി നടത്തുന്നത്, എപ്പോഴെങ്കിലും പരാതി കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് അവസാനം ഈ പരാതിയിലേക്ക് എത്തുന്നതിന് മുൻപ്? അവസാനം പുള്ളിയുടെ വീട്ടിൽ വിളിച്ച് വരുത്തിയാണ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ സെയിം റാങ്കിലുള്ള ആളാണ് ഡിവിഷണൽ ഹെഡെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാഡത്തിൻ്റെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം, ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, സീരിയസ് ആയ വിഷയമാണ്, ഒരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞ് ഞാനൊരു മെയിൽ കൊടുത്തിരുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചെയ്തതിനെക്കുറിച്ച് എൻ്റെ സെയിൽസ് ഓഫീസർക്കും ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ലേ. എനിക്ക് അന്നൊരു പക്ഷേ ആ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ ഇതൊരു ഇൻറ്റേർണൽ എൻക്വയറിയിൽ ഇത് അവസാനിക്കുമായിരുന്നു, ഈ ഒരു തരത്തിലേക്ക് പോകില്ലായിരുന്നു. അങ്ങനെ പിടിക്കപ്പെടേണ്ടതാണല്ലോ അല്ലേ? അല്ല, പുള്ളിയുടെ രീതി അനുസരിച്ച് വേറെ മാർഗമില്ല. എനിക്ക് പ്രയാസമുണ്ട്, മനഃപൂർവ്വം അങ്ങ് ചെയ്യണമെന്ന് വിചാരിച്ച ഉദ്ദേശത്തിൽ ചെയ്തതല്ല. പക്ഷേ എന്നെ അങ്ങനെ കൊണ്ടെത്തിക്കുകയായിരുന്നു പുള്ളിയുടെ രീതി. ഇതല്ലാതെ വീടിന് സമീപത്തുമാണ് പുള്ളി താമസിക്കുന്നത്? അതെ. പുള്ളി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പുള്ളിയുടെ വീടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാൻ അടുത്തുള്ള ആളാണെന്നുള്ളൊരു പരിഗണന പോലും തരാതെ ആണ് പുള്ളിയുടെ ഓരോ രീതികളും. SK, മനോജിൻ്റെ ധീരമായ ഒരു ഇടപെടൽ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൈക്കൂലിക്കാരൻ, കാരണം അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിനു മുൻപും അദ്ദേഹം ചെറിയ തുകയെല്ലാം കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടെല്ലാം ഡീൽ ചെയ്യുന്ന ആളുകളിൽ നിന്നെല്ലാം ഇതേ രീതിയിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് കൂടുതൽ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത്. വിജിലൻസ് കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പറ്റി അന്വേഷിക്കും, ഇദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കും, തുടർ അന്വേഷണങ്ങൾ നടത്തും. നിലവിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. SK. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.